ഹലോ, എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ലൈഫ് ടിപ്സ്. അപ്പൊ ഒത്തിരി നാളായില്ലേ നമ്മൾ തമ്മിൽ ഇങ്ങനെ കണ്ടിട്ട്. ഞാനിങ്ങനെ വീഡിയോസ് ഇടണം എന്നൊക്കെ പ്ലാൻ ചെയ്യാറുണ്ട്, പക്ഷെ എന്തോ നടക്കാറില്ല കേട്ടോ. അപ്പൊ ഇന്ന് ഒരു കുഞ്ഞൊരു ഷോപ്പിംഗ് വ്ലോഗാണ്. നമ്മുടെ ആദ്യക്കുട്ടന്റെ 4th ബർത്ത്ഡേ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. പിന്നെ എന്തെങ്കിലും നമ്മുടെ വിന്റർ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സ്കൂൾ റീ ഓപ്പൺ ചെയ്യാറായി. അപ്പൊ എന്റെ ന്യൂ ഇയർ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് മേടിക്കണം, പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കണം. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു പ്ലാന്. നമ്മുടെ ആദ്യക്കൂടെ പ്ലേ സ്കൂളിൽ പോയി, കിറ്റ് ജോലിക്ക് പോയി. അപ്പൊ ഞാൻ വീട്ടിലെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ രാവിലെ തന്നെ തീർത്തു. അപ്പൊ നമുക്ക് പോയാലോ? അപ്പത്തേ ഞാൻ ലിഫ്റ്റിൽ കയറി. ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ബസ്സിൽ പോകാൻ പോവാണ് കേട്ടോ. എന്നുവെച്ചാൽ നാട്ടിൽ നമ്മൾ ബസ്സിലൊക്കെ പോയിട്ടുണ്ട്, ഇവിടെ കിച്ചുവിന്റെ കൂടെയും ബസ്സിൽ പോയിട്ടുണ്ട്. പക്ഷെ ഒറ്റയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് ബസ്സിൽ പോകാൻ പോണേ. അതിന്റെ ചെറിയൊരു ടെൻഷൻ ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ അല്ലേ ഓരോന്ന് പഠിക്കുക. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ നാട്ടിലെ പോലെ അങ്ങനെ എന്താ പറയാ ബോർഡും കാര്യങ്ങളൊന്നും ഇല്ല, നമ്പർ മാത്രമാണ് കേട്ടോ. അപ്പൊ ഞാൻ നമ്പറൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും പോയി നോക്കാം. അപ്പൊ ഞാൻ നമ്മുടെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ചും കൂടി ഉണ്ട്, ഒരു ബ്രിഡ്ജ് കയറി ഇറങ്ങാനുണ്ട്. എന്നിട്ട് നമുക്ക് ബസ് കയറി പോയി നോക്കാം. ഈ ഒരു ബ്രിഡ്ജിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് കേട്ടോ നമ്മുടെ ബസ് സ്റ്റോപ്പ് വരുന്നത്. അത്യാവശ്യം നടക്കാനുണ്ട് നമ്മുടെ റൂമിൽ നിന്ന്, പക്ഷെ രസമാണ് ഈ ഒരു ക്ലൈമറ്റിൽ നടക്കാൻ, എന്നുള്ള രസമുണ്ട് കേട്ടോ. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ ബസ്സിൽ കയറി ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നെങ്കിലും അടിപൊളിയായിരുന്നു. പിന്നെ എനിക്കിവിടെ ശരിക്കും അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഇവിടെ കണ്ടക്ടറും ക്ലീനറും നമ്മുടെ കിളിയും എല്ലാം ഒരാളാണ് കേട്ടോ. ആൾ ഭയങ്കര മൾട്ടി ടാലന്റഡ് ആണെന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും നമ്മളധികം നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയേ പറഞ്ഞു തരാം. സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയത് അൽറായിലുള്ള സിറ്റി സ്റ്റാറിലോട്ടാണ് കേട്ടോ. ഈ അൽക്കുലത്തെ ഐറ്റംസ് മുഴുവൻ അവിടെ കിട്ടും. നമ്മുടെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല, കമ്പാരറ്റീവ്ലി നമുക്ക് കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ കിട്ടും ചെയ്യും. ഈ ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ ആയ സ്ഥിതിക്ക് മൊത്തത്തിൽ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു കേട്ടോ അവിടെ. എനിക്കവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാഴ്ച നമ്മുടെ ക്രിസ്മസ് ട്രീയിലോട്ട് വീണ് കാലിട്ടടിക്കുന്നത് ഈ ഒരു അപ്പൂപ്പനെയാണ് കേട്ടോ. നല്ല രസമില്ല, ഞാൻ ഒത്തിരി നേരം അതും നോക്കി അവിടെ ഇരുന്നു. മൊത്തത്തിൽ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ അവിടെ മൊത്തം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ നാഗവല്ലിയുടെ ആവരണപ്പെട്ട് തുറന്ന ഗംഗയുടെ ഫീലായിരുന്നു കേട്ടോ എനിക്ക്. ഏതൊക്കെ എടുക്കണ്ടേ, എന്തൊക്കെ വാങ്ങണ്ടേ, അങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ. പിന്നെ ഞാൻ പോയത് ലുലുവിലേക്കാണ് കേട്ടോ. എനിക്കിത് ബർത്ത്ഡേക്ക് ഇടാൻ ഒരു ഡ്രസ്സ് മേടിക്കണമായിരുന്നു. അങ്ങനെ സക്സസ്ഫുള്ളി ആ പോയ ബസ്സിലാട്ടോ ഞാൻ വന്ന് ഇറങ്ങിയത്. അങ്ങനെ ഞാൻ ബസ്സിൽ കയറാൻ പഠിച്ചു. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും ഈ ബസ്സിൽ കയറുന്നതൊക്കെ ഇത്ര വലിയ കാര്യമാണോന്ന്. പക്ഷെ എനിക്കത് വലിയൊരു കാര്യമാണ് കേട്ടോ. കാരണം ഞാനിവിടെ വന്നിട്ട് ഇപ്പൊ 5 വർഷം ആവാറായി. ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് അങ്ങനെ എങ്ങോട്ടും പോയിട്ടില്ല. ടാക്സി വിളിച്ചിട്ടോ അല്ലെങ്കിൽ ബസ്സിന് പോവാച്ചാൽ തന്നെ കിച്ചന്റെ കൂടെയൊക്കെ പോവാറ്. അപ്പതേ നമ്മൾ ഇത് നമ്പറൊക്കെ കണ്ടുപിടിച്ച് ഒറ്റയ്ക്ക് പോകുമ്പോ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും ആ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
ഷോപ്പിങ്ങിന് പോയിട്ട് എന്തൊക്കെ മേടിച്ചു കണ്ടത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും അല്ല കേട്ടോ. ആദ്യം സെക്കൻഡ് ബർത്ത്ഡേക്ക് ഞാൻ ഇവിടെ ബർത്ത്ഡേക്ക് വന്ന കുട്ടികളെ കുറച്ച് റിട്ടേൺ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് വരുന്ന കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഒരു സന്തോഷത്തിൽ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം അങ്ങനത്തെ ഒന്ന് പ്ലാൻ ചെയ്യാം. ഇപ്രാവശ്യം ഇങ്ങനെ കുറേ കുട്ടികളൊന്നുമില്ല, ആകെ ഒരു 3-4 കുട്ടികളേ ഉള്ളൂ. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള റിട്ടേൺ ഗിഫ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം ഈ റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഇത് കൊടുക്കാൻ കവറുകൾ വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇങ്ങനെയുള്ള കവറുകൾ മേടിച്ചിട്ടുണ്ട്. 2 എണ്ണം ഈ ഒരു കളറും 2 എണ്ണം ഇങ്ങനത്തെ ഒരു പിങ്ക് കളറുമാണ് കേട്ടോ. ആക്ച്വലി ഈ കളറിന്റെ പേര് എന്താന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞൂടാ, അറിയുന്നവർ പറഞ്ഞു തരിക. അങ്ങനെ അതേ ഇങ്ങനെ കവറുകളാണ് നമ്മൾ ആദ്യം മേടിച്ചത്. പിന്നെ മേടിച്ചത് ഇങ്ങനെയുള്ള ഒരു പെൻസിൽ, പിന്നെ ഒരു ഷാർപ്നർ വരുന്നുണ്ട്, ഇറേസർ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു സെറ്റ് ആണ് കേട്ടോ. കുട്ടികൾ ഇവിടുത്തെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളല്ലേ, അപ്പൊ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള തരത്തിൽ എന്തെങ്കിലും ചെയ്യാന്നാണ് വിചാരിച്ചത്. അപ്പൊ 2 എണ്ണം അങ്ങനെ ഒരു യെല്ലോ കളറിലും, ഇതിലെന്തോ ഇവിടെ 3 സ്കെച്ച് ഒക്കെ വരുന്നുണ്ട്. പിന്നെ 2 എണ്ണം പിങ്ക് കളറിലുമാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ ഗിഫ്റ്റ് ഈ ഒരു പെൻസിൽ ആൻഡ് ഷാർപ്നർ അതൊക്കെ വരുന്ന ഒരു സെറ്റ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ഐറ്റം ഈ ഒരു കളർ ബുക്ക്, ഡ്രോയിങ് ബുക്ക് ആണ് കേട്ടോ. ഇതിൽ ഓരോ തീമുണ്ട്, ബാർബി, മിക്കി മൗസ്, പിന്നെ ടോം ആൻഡ് ജെറി, ഇത് സോഫിയ ദ ഫസ്റ്റ്. ഇതൊക്കെ ഞാൻ നോക്കിയെടുക്കാൻ കുറെ കഷ്ടപ്പെട്ടു. ഇത് നമുക്ക് ഇങ്ങനെ കളർ ചെയ്യാം പിള്ളേർക്ക്. എത്ര പേജ് ഉണ്ട്, ഒരു 10 പേജൊക്കെ ഉണ്ടാവും. ഒരു 6-7 പേജ് ഉണ്ടോ. നല്ല രസമില്ലേ പിള്ളേർക്ക് കളർ ചെയ്യാൻ, അവർക്കൊരു എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ. അങ്ങനെ ഈ 4 കവറിലേക്കും ഇങ്ങനെ 4 ബുക്ക് മേടിച്ചിട്ടുണ്ട്, കളർ ചെയ്യുന്ന ബുക്കുകൾ മേടിച്ചിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ ഗിഫ്റ്റ്. പിന്നെ പോക്കറ്റ് ടിഷ്യൂസ് മേടിച്ചിട്ടുണ്ട്. ഈ കുട്ടികൾക്ക് ഇങ്ങനത്തെ കാർട്ടൂൺ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ഇങ്ങനെ പോക്കറ്റ് ടിഷ്യൂ ഭയങ്കര ഇഷ്ടമാവുമല്ലോ. ഇതൊക്കെ ഞാൻ പിന്നെ ആദ്യക്ക് ഡെക്കറേഷന് വേണ്ടി വെച്ച സാധനങ്ങളാണ് കേട്ടോ. ഇതൊരു 4 എഴുതിയിട്ടുള്ള ഫോയിൽ ബലൂൺ, പിന്നെ കുറച്ച് ബ്ലൂ ബലൂൺസ്, പിന്നെ ഈ എന്താ സംഗതി എനിക്ക് അറിഞ്ഞൂടാ, അതൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ്. പിന്നെ അടുത്തതായിട്ടുള്ള റിട്ടേൺ ഗിഫ്റ്റിൽ വെക്കുന്നത് ഇത് ഇങ്ങനെയുള്ള സ്കെച്ച് പെൻ ആണ് കേട്ടോ. ഇത് 6 എണ്ണം വരുന്ന ഒരു സെറ്റ് ആണ്. അങ്ങനത്തെ 4 എണ്ണം ഉണ്ടാവണം. യെസ്, 3, 4. യെസ്. അപ്പൊ അടുത്ത റിട്ടേൺ ഗിഫ്റ്റിൽ വെക്കുന്ന ഐറ്റംസ് ഈ ഒരു സ്കെച്ച് പെൻ ആണ്. പിന്നെന്താ അത്, അപ്പൊ ഈ 4 ഐറ്റംസ് ആണ് കേട്ടോ വെക്കുന്നത്. പിന്നെ ആദിക്ക് ബർത്ത്ഡേക്ക് വെക്കാനുള്ള തൊപ്പി, പിന്നെ ബലൂൺസ്, റെഡ് ബലൂണ്, ഗോൾഡൻ കളർ ബലൂണ്, പിന്നെ ബർത്ത്ഡേക്ക് വെക്കാനുള്ള കണ്ണട. അതൊക്കെയാണ്. അവന് സൂപ്പർമാന്റെ ഡ്രസ്സാണ് ഇടുന്നത്. സൂപ്പർമാൻ ഡ്രസ്സും സൂപ്പർമാൻ കേക്കും ആണ് പുള്ളി ഡിമാൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അതിന് മാച്ച് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഞാൻ മേടിച്ചത് കേട്ടോ. പിന്നെ നമ്മുടെ ഇങ്ങനത്തെ സൂപ്പർമാനും സ്പൈഡർമാനൊക്കെ വരുന്ന കുറച്ച് പോക്കറ്റ് ടിഷ്യൂസ്. ഇതൊക്കെയാണ് ഞാൻ സിറ്റി സ്റ്റാറിന് മേടിച്ചത്. മെയിൻ ആയിട്ട് ഞാൻ പോയത് നമ്മുടെ ഈ ഒരു ഡെക്കറേഷൻ ഐറ്റംസും നമ്മുടെ ഈ റിട്ടേൺ ഗിഫ്റ്റ് ഐറ്റംസും ഒക്കെ മേടിക്കാനാണ്. അപ്പൊ ഇനി ഇതിലെ കുറച്ച് ചോക്ലേറ്റ്സ് വെക്കണം മെയിൻ ആയിട്ട്. പിന്നെ ഒരു താങ്ക്സ് നോട്ടും കൂടെ വെക്കണം കേട്ടോ. അത് പിന്നെ ബർത്ത്ഡേയുടെ അന്നേ ചെയ്യുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ സിറ്റി സ്റ്റാറിന് പോയി മേടിച്ചത്. ഇതൊക്കെയാണ് നമ്മുടെ റിട്ടേൺ ഗിഫ്റ്റിന്റെ വിശേഷങ്ങൾ. അപ്പൊ നമുക്ക് റിട്ടേൺ ഗിഫ്റ്റ് പാക്ക് ചെയ്യും കൂടെ ചെയ്താലോ? അല്ല അമ്മ ഏത് ഷേപ്പിലാ കട്ട് ചെയ്യുന്നേ? ഏത് ഷേപ്പാ? ഏത് ഷേപ്പാ? ഇതാ ഈ ഷേപ്പ് എന്താ? ഇത് ഏത് ഷേപ്പാണ്? ഇത് ഈ ഒരു ഷേപ്പ് എന്താ? ഷേപ്പ് കളർ അല്ല, ഷേപ്പ് എന്താ? സർക്കിൾ. വെരി ഗുഡ്. ബാക്കി സർക്കിൾ എവിടെ? ആദി അമ്മയ്ക്കൊരു പാട്ട് പാടി തരുവോ?
ഹെഡോ? ഇനി ജോണി വേണ്ട, ഇനി വേറെ വേറെ വേറെ. ജോണി വേണ്ട, വേറെ മതി. What is the shape? Yes, circle. Very good. ഇനി നമുക്കിതിൽ എഴുതാം. എന്താ എഴുതണ്ടേ? സൂപ്പർമാൻ കേക്കോ? ഇതിൽ നമ്മൾ എന്താ എഴുതുക? ഒരു മിനിറ്റ്, അമ്മ പെൻ എടുത്തിട്ട് വരാം. ഓക്കെ, പെൻ. ആദ്യ ബർത്ത്ഡേയാ? ആദ്യക്ക് നമ്മൾ എന്ത് കേക്കാ നമ്മൾ ഓർഡർ ചെയ്യുന്ന? ആദ്യ ബർത്ത്ഡേക്ക് ഹൈറ്റിലുള്ള എന്ത് കേക്കാ? സൂപ്പർമാൻ. ഹൈറ്റ് സൂപ്പർമാൻ. സൂപ്പർ ഹൈറ്റ്. നമുക്കിതില് കളർ ചെയ്യാം. നമുക്കിതില് ഏത് കളറാ കൊടുക്കുക? ഇത് ഏത് കളറാ? പറ, നല്ല മോനല്ലേ, പറ, നോക്കിയിട്ട് പറ. ഏത് കളറാ? ഗ്രീൻ. ഗുഡ് ബോയ്. ആനി പിടിക്കണ്ട. കെയർഫുൾ എന്നാണല്ലേ പറയുന്നത്. അപ്പൊ നമ്മുടെ ഒരു താങ്ക്സ് നോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു ഫോർ സെലിബ്രേറ്റിംഗ് അസ്. ഇനി അതുപോലെ ബാക്കി 3 കൂടെ നമുക്ക് റെഡിയാക്കാം. യെസ്. It's okay, Adi. Try one more time. Adiki pattu. Adi, avada chairinte molle amma 2 cover vechittille. Adu eduttondu veruvo? Best. Idu ende mon thanneya. Okay. ലോക്കിയാ? സൂസുപ്പ പോവോ? അവനെ പേടിച്ചിട്ട് മുകളില് നമ്മള് കുളത്ത് വെച്ചിരിക്കുക, അല്ലെങ്കിൽ അവൻ അതിന്റെ ഉള്ളിൽ കയറിയിട്ട് എന്തെങ്കിലും ഒപ്പിക്കും. അപ്പൊ നമ്മുടെ കവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ താങ്ക്സ് നോട്ട് ഇവിടെ സെന്ററിലായിട്ട് ഒട്ടിക്കാം. ഹലോ, അപ്പൊ നമ്മുടെ റിട്ടേൺ ഗിഫ്റ്റ് ഒക്കെ പാക്ക് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്റെ വീഡിയോ എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ നമ്മുടെ ആദ്യക്കുട്ടന്റെ ബർത്ത്ഡേ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കൂടെ കാണുന്നതുവരെ ടാറ്റാ.